നമ്മൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കാച്ചറ കൂതറയായിട്ട് കിടക്കുകയാണ്. എന്തോ നമുക്കിതിന് ഇഷ്ടംപോലെ പണിയുണ്ട്. ഇവിടെ കണ്ടോ, കസേരയൊക്കെ ഇങ്ങനെ കിടക്കണു, ഒക്കെ മൂടിയിട്ടേക്കുമായിരുന്നു. ഇവിടെ ടേബിളൊക്കെ മൂടിയിട്ടിരിക്കുന്നു. അവിടെ ഏണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഏണി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ വർക്ക് ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഈ മുറിക്കകത്ത് അലമാരയെല്ലാം എടുത്ത് വെച്ചു. ഇതെല്ലാം ഇങ്ങനെ വെച്ചു. ഇതിൻ്റെ മേളിൽ കുറേ സാധനങ്ങൾ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ സ്റ്റോറേജിനകത്തേക്ക് മാറ്റണം. പിന്നെ ഇനി അടുത്തത് കണ്ടോ, ഫുള്ള് പൊടിയാണ്, എല്ലാം പൊടിയാണ്, പൊടിയാണ്. എല്ലാം കച്ചട കൂതർ. ഇതാണ്, ഈ മുറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി. എല്ലാ റൂമും ചെയ്യുമ്പോഴത്തേക്ക് ഈ മുറിക്കകത്തോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സാധനങ്ങൾ തട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് മൊത്തം കാണണം. പിന്നെ ഞാൻ ഒരു അലമാരിയും കൂടി ഈ മുറിയിലേക്ക് ആഡ് ചെയ്തു. എൻ്റെ റൂമിലിരുന്ന ഒരു അലമാരി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത്. എന്നിട്ട് എൻ്റെ റൂമിൽ ഞാൻ ഒരു ബെഡും കൂടെ വെച്ചു. കാരണം ഇവിടെ അമ്മയ്ക്കൊരു സർജറി ഉണ്ട്. സർജറി കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വേണം അമ്മയെ കിടത്താൻ. അതാകുമ്പോഴേക്കും ഇവിടെ TV ഒക്കെ കണ്ടിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റൂം മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ഇന്ന് മുതൽ ക്ലീനിങ് തുടങ്ങണം. പെയിൻറ്റിങ് ഇന്നലെയാണ് തീർന്നത്. അപ്പോൾ ക്ലീനിങ് തുടങ്ങാൻ പോവാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത്തിരി മധുരം കഴിക്കാം. അതുകൊണ്ട് നമുക്കിത്തിരി കേക്ക് കഴിക്കാം. ഓക്കെ, ഹലോ ഫാമിലി, ഇത്രയും നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്നതാണ് ശരിക്കുമുള്ള ഞാൻ. ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫോർമലായിട്ട് പോകുന്നതാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുറേ ക്ലീനിങ്ങിൻ്റെ പരിപാടികളുണ്ട്. അപ്പം എല്ലാം വിൻഡോസ് മുതൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ചെറിയ കുപ്പി വരെ നല്ല രീതിക്ക് തുടച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ്. കാരണം ഫുള്ള് പൊടിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത്രയും എല്ലാം ശ്രദ്ധിച്ച് അവർ ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെത്താനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ റൂം വൈസാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്തെ സാധനങ്ങളൊക്കെ മാറ്റി അത് തൂത്ത് തുടച്ച് ജനലൊക്കെ തുടച്ച്. ആദ്യം നമ്മളെപ്പോഴും ജനലിൻ്റെ പുറകിൽ നിന്ന് തുടയ്ക്കാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം പുറകിൽ നിന്ന് തുടയ്ക്കുവാണെങ്കിൽ നമ്മൾ അകത്ത് വൃത്തിയായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ അകം തുടച്ച് വരുമ്പോഴത്തേക്കും തുടച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് തുടയ്ക്കുകയാണെങ്കിൽ പിന്നെയും കാറ്റൊക്കെ അടിച്ചാൽ പൊടി വീണ്ടും അകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ വിൻഡോസ് എല്ലാം പുറത്തുനിന്ന് തന്നെ ക്ലീൻ ചെയ്ത് വീണ്ടും അകത്തുനിന്ന് ക്ലീൻ ചെയ്ത് പിന്നെ തുടച്ചതിന് ശേഷം മാത്രം തറയൊക്കെ തൂത്ത് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഡസ്റ്റ് എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ റൂം മുഴുവൻ ഞാൻ തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ചെടികളെ എല്ലാം വീണ്ടും അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ താഴത്തെ കുറച്ച് സ്ഥലം നമുക്ക് എന്താ പറയുക ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഇതൊക്കെ ഞാൻ ടേബിളിലും പിന്നെ കുറച്ച് തറയിലും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ വാളിൽ നമ്മുടെ വാൾ സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലോറാണ് ഇനി അടുത്ത ക്ലീനിങ്. ഈ റൂമൊക്കെ ആണെങ്കിലും ഞാൻ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കർട്ടൻസ് ഒക്കെ കൂടി ഇട്ടാൽ മതി. ശരിക്കും ഒരു ഡാർക്ക് കളറ് ഹൈലൈറ്റ് വന്നപ്പോഴേക്കും റൂം ഭയങ്കര ചെറുതായതിൻ്റെ ഒരു ഫീലാണ് ഇതിനകത്തേക്ക് കയറുമ്പോഴേക്കും. ഇനി ഞാൻ ഈ കോർണർ ഒന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു വോൾ ഡെക്കോറൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ റൂമിലിരുന്ന വലിയ അലമാരയുടെ കൂടെ കുഞ്ഞ് അലമാരയും കൂടെ കൊണ്ടുവച്ചപ്പോൾ രണ്ടും കൂടെ ഒരേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ റൂമും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്തില്ല എന്നുള്ളത് കണ്ടത്. ആദ്യം തന്നെ എല്ലാ ഫാനും ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. പക്ഷേ ഈ റൂമിലെ സാധനങ്ങൾ ഒരുപാട് മാറ്റാനുണ്ടായിരുന്നതാണ് ഈ റൂമിൽ ഫാൻ ക്ലീൻ ചെയ്യാൻ ഞാൻ മറന്നു വരുന്നു. നമ്മളെപ്പോഴും റൂം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഫാൻ ക്ലീൻ ചെയ്തിട്ട് വേണം റൂം ക്ലീൻ ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ ഒരു പില്ലോയുടെ കുറച്ച് വെറ്റാക്കിയിട്ടാണ് ക്ലീനിങ് ചെയ്യുന്നത്, ഫാനിൻ്റെ ക്ലീനിങ് ചെയ്യുന്നത്. ശരിക്കും അപ്പോൾ നമുക്ക് പൊടികളൊന്നും താഴേക്ക് വീഴാതെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്ലീനിങ് വീഡിയോസ്. ഞാൻ ഒത്തിരി കാണിച്ചിട്ടില്ല, കാരണം ഞാൻ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.